സാംസങ്ങിന്റെ സാംസങ് A06 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 10,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A06 5G എന്ന ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ സാംസങ് A06 5Gയിൽ 6.7 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ, ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഇതിൽ PLS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പം പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെ എന്ന് പറയാം. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 800 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷനോ അല്ലെങ്കിൽ പഞ്ചോൾ ഡിസൈനോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. ഇനി ഫുൾ HD റെസൊല്യൂഷനും പഞ്ചോൾ ഡിസൈനും ഒരുമിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും കൊടുക്കായിരുന്നു. എന്തായാലും രണ്ടും മിസ്സിംഗ് ആണ്. അപ്പം അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8 mm ആണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു IP റേറ്റിംഗ് ഒക്കെ വരുന്നു എന്നുള്ളത്. പിന്നെ ഈ ഫോണിന്റെ ബ്ലാക്ക്, ഗ്രേ, ലൈറ്റ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അതും 5G ഫോണാണ്. 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 12ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ 4GB റാമും 64GB ഇന്റേണലുമാണ് വരുന്നത്. 4GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ RAM+ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സാംസങ്ങിന്റെ നോക്സ് വോൾട്ട് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്, സെക്യൂരിറ്റി ഫീച്ചറാണ്. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. 3.5 ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 15 ബേസിലുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം കുറച്ചധിക കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ ഇത്രയും കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസൊന്നും വരുന്നില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഈ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഈ ഒരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ എടുക്കുമ്പോഴും ചാർജറിന് നമ്മൾ സെപ്പറേറ്റ് പൈസ കാണേണ്ടി വരും. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം 64GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 10,499 രൂപയാണ്. 4GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 11,499 രൂപയാണ്. 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 12,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പുറത്ത് ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടുള്ള A സീരീസിൽ വരുന്ന സാംസങ്ങിന്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ 5G സപ്പോർട്ടും നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും ക്യാമറ സെറ്റപ്പും ഒക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചതല്ലെങ്കിലും തരക്കേടില്ല എന്നും പറയാവുന്നതാണ്. അപ്പം സാംസങ്ങിന്റെ A സീരീസിൽ വരുന്ന ഒരു ഫോൺ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തതിൽ ഇത് മികച്ചൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് F06 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിലും ഇതേ സെയിം പ്രോസസ്സറും 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോൺ ആണെങ്കിൽ 9,500 രൂപ പ്രൈസ് റേഞ്ചിലും കിട്ടുന്നുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം അത് വേണമെന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരു ഓൺലൈൻ ഫോണാണ്. ഇത് നമുക്ക് മെയിനായിട്ട് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ഒരു ഫോണായിരിക്കും. ഇപ്പോൾ ഓഫ്ലൈൻ ഫോൺസ് ആവുമ്പം വില കുറച്ച് കൂടാറുണ്ട്. അപ്പം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ F06 5Gയും ലഭിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള A സീരീസിൽ വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.